സ്വപ്നം കാണാറുള്ളവരാണോ നിങ്ങളാണോ? നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? സ്വപ്നം കാണുന്നത് എപ്പോഴാണെന്നറിയാമോ? സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞാൽ രാത്രികാലങ്ങളിലുള്ള ഉറക്കത്തിലാണ് എന്ത് ചെയ്യുന്നത്? സ്വപ്നങ്ങൾ കാണുന്നത്. രാത്രികാലങ്ങളിലുള്ള ഉറക്കത്തിലാണ് എന്ത് ചെയ്യുന്നത്? സ്വപ്നം കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, പകൽ സമയത്തുള്ള ഉറക്കത്തിൽ സ്വപ്നം കാണാറുണ്ടോ? പകൽ സമയങ്ങളിലുള്ള ഉറക്കത്തിൽ, ഉച്ചമയക്കത്തിൽ അല്ലെങ്കിൽ പകൽ സമയത്തുള്ള ഉറക്കത്തിൽ സ്വപ്നം കാണാറില്ല. പകൽ സമയത്തുള്ള ഉറക്കത്തിൽ സ്വപ്നം കാണാറില്ല. റെയറായിട്ടെങ്ങാനും അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നോർമലായിട്ട് പകൽ ഉറക്കത്തിൽ സ്വപ്നം കാണാറില്ല. അതുപോലെ തന്നെ സ്വപ്നത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സ്വപ്നത്തിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ എത്രയാണ്? സ്വപ്നത്തിൻ്റെ ദൈർഘ്യം നിങ്ങൾ ഓർത്ത് വെച്ചുകൊള്ളുക. സ്വപ്നത്തിൻ്റെ ദൈർഘ്യം 5 മിനിറ്റാണ്. 5 മിനിറ്റിനപ്പുറത്തേക്ക് സ്വപ്നമില്ല. സ്വപ്നം നീണ്ടു നിൽക്കില്ല. സ്വപ്നത്തിൻ്റെ ദൈർഘ്യം 5 മിനിറ്റാണ്. അതുപോലെ തന്നെയാണ് ഗാഢനിദ്രയിൽ ഒരിക്കലും സ്വപ്നം കാണാറില്ല. ഗാഢനിദ്രയിൽ സ്വപ്നം കാണാറില്ല. സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നല്ലതും മോശം നല്ല അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈശ്വരൻ നമുക്ക് നൽകുന്ന മുൻകരുതലുകളാണ് സ്വപ്നങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈശ്വരൻ നമുക്ക് നൽകുന്ന മുൻകരുതലുകളാണ് സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് നൽകുന്ന ഇൻഫർമേഷനാണ് സ്വപ്നങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ സ്വപ്നമാകുമ്പോൾ നല്ല സ്വപ്നങ്ങളും കാണാറുണ്ട്, മോശപ്പെട്ട സ്വപ്നങ്ങളും കാണാറുണ്ട്. നല്ല സ്വപ്നങ്ങൾ, ജീവിതത്തിലെ നമ്മൾ കാണുന്ന നല്ല സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ജീവിതത്തിൽ നന്നായിട്ട് പരിശ്രമിക്കുക. നമ്മൾ കാണുന്ന മോശപ്പെട്ട സ്വപ്നങ്ങൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അതിനായിട്ട് നന്മകൾ പ്രവർത്തിക്കുക കേട്ടോ. ജീവിതത്തിൽ മോശം അനുഭവം ഉണ്ടാകാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കുക കേട്ടോ. ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ എന്ത് ചെയ്യാൻ കഴിയും? ആപത്തുകളെ തടയാൻ കഴിയുമെന്നാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ, സ്വപ്നത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? 5 മിനിറ്റാണ്. 5 മിനിറ്റിന് അപ്പുറത്തേക്ക് സ്വപ്നമില്ലെന്നാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു സ്വപ്നം കാണുകയാണ്. നിങ്ങൾ മനോഹരമായ സ്വപ്നം കണ്ടുറങ്ങുകയാണ്. പെട്ടെന്ന് നിങ്ങൾ ഞെട്ടി കണ്ടത് വളരെ നല്ല സ്വപ്നമാണ്. അപ്പം നിങ്ങൾ വീണ്ടും കിടന്ന് ഉറങ്ങുകയാണ്. ആ സ്വപ്നത്തിൻ്റെ തുടർച്ച കാണുവാനായിട്ട് നിങ്ങൾ വീണ്ടും കിടന്നുറങ്ങിയാൽ നിങ്ങൾക്ക് ആ സ്വപ്നം കാണാൻ കഴിയും. ആ സ്വപ്നത്തിൻ്റെ തുടർച്ച അല്ലെങ്കിൽ ബാക്കി കാണുവാൻ കഴിയുമോ? ഇല്ല, കാണാൻ കഴിയില്ല കേട്ടോ. സ്വപ്നത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സ്വപ്നത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്ന വ്യാഖ്യാനങ്ങളിലേക്കും നമ്മൾ കടക്കുന്നില്ല. സ്വപ്നം എന്ന് പറയുമ്പം നമ്മൾ പകൽ കാണുന്ന പകൽ ചിത്രങ്ങൾ, നമ്മൾ കാണുന്ന ചിത്രങ്ങളൊക്കെ, അല്ലെങ്കിൽ പകൽ കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യുമെന്നാണ്. മനസ്സിൽ സ്റ്റോർ ചെയ്തിട്ട് രാത്രിയിൽ അതിൻ്റെ വിഷ്വൽസായിട്ട് നമ്മൾ കാണുമെന്നാണ് പറയുന്നത് കേട്ടോ. സ്വപ്നത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സ്വപ്നത്തിൽ ഇപ്പം എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു 65%, 65% സ്വപ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട് കേട്ടോ. നല്ല സ്വപ്നങ്ങളും മോശ സ്വപ്നങ്ങളും ഒക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ആകണമെന്നില്ല. ചില കേട്ടോ സ്വപ്നങ്ങൾ അത് നമ്മൾ അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, സൂര്യോദയത്തിന് ശേഷം കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കാറില്ലെന്നാണ് പറയുന്നത് കേട്ടോ. സൂര്യോദയത്തിന് ശേഷം കാണുന്ന സ്വപ്നങ്ങൾ ജീവിതത്തിൽ ഫലിക്കാറില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത്. സ്വപ്നം കാണുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? സ്വപ്നം കാണുന്നൊരു സമയമുണ്ട്. അതായത് ഗാഢനിദ്ര വിട്ട് മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് പോകുന്ന ഒരു വേളയിലാണ് എന്ത് ചെയ്യുന്നത്? സ്വപ്നം കാണുന്നത്. ഒരു 4 മണി, 5 മണി, 6 മണിക്കകത്ത്, രാവിലെ 6 മണിക്കകത്ത് കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കുമെന്നാണ് പറയുന്നത്. 6 മണിക്ക് ശേഷം, സൂര്യോദയത്തിന് ശേഷം കാണുന്ന സ്വപ്നങ്ങൾ അങ്ങനെ ഫലിക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരുപാട് സ്വപ്നങ്ങൾ ഫലിച്ചിട്ടുണ്ട്. നല്ല സ്വപ്നങ്ങളും മോശ സ്വപ്നങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഫലിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സ്വപ്നങ്ങൾ എന്ത് ചെയ്യുക, ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പരിശ്രമിക്കുക. ജീവിതത്തിൽ നമ്മൾ സ്വപ്നത്തിൽ കണ്ട മോശം അനുഭവങ്ങൾ അല്ലെങ്കിൽ മോശം സ്വപ്നങ്ങൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അതിനായിട്ട് എന്ത് ചെയ്യുക, നന്മകൾ പ്രവർത്തിക്കുക. ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ നന്മകൾക്ക് പോലും എന്ത് ചെയ്യാൻ കഴിയും, ആപത്തിനെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്നാണ് കേട്ടോ. ഘോരമായ ആപത്തിനെ പോലും ചെറിയ നന്മകൾ കൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിയുമെന്നാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും കഴിയണം. ഞാൻ ഇന്നലെ വീഡിയോയിൽ പറയുണ്ടായി, നന്മകൾ എവിടെ മാത്രം പോരാ, പ്രവൃത്തിയിൽ മാത്രം പോരാ, വാക്കിലും ഉണ്ടാകണം കേട്ടോ. ചിലർ നല്ല പ്രവൃത്തികളായിരിക്കും കാഴ്ചവെക്കുന്നത്, പക്ഷെ അവരുടെ വാക്ക് ചിലപ്പോൾ അത്ര നന്മ നിറഞ്ഞതായിരിക്കില്ല. അങ്ങനെയാവരുത്. വാക്കുകളും പ്രവൃത്തികളും ഒരുപോലെ നന്മ നിറഞ്ഞതാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രതിസന്ധികളുണ്ടാവും. ജീവിതമാണ്, പ്രതിസന്ധികളുണ്ടാവും. ഈ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയും കേട്ടോ. നമ്മളെപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ വേറൊരു ഇനി അറിഞ്ഞു വെക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരാളെയും വില കുറച്ച് കാണാൻ പാടില്ല. ഒരാളെപ്പോലും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. കാരണം നമ്മൾ ശത്രുവെന്ന് ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ശത്രുവെന്ന് കരുതി മാറ്റി നിർത്തുന്നവനായിരിക്കും എന്ത് ചെയ്യുന്നത് ചിലപ്പോൾ ലാഭത്തിൽ നമ്മെ ഒരു കൈ തന്ന് സഹായിക്കുന്നത്. അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം ഇപ്പോഴും സ്മരണ വേണം കേട്ടോ. നമ്മൾ ചിലപ്പോൾ മിത്രങ്ങളായി കൂടെ കരുതിയിരുന്നവരൊന്നും ചിലപ്പോൾ അന്നേരം നമ്മെ സഹായിക്കാനായിട്ട് പാഞ്ഞെത്തി എന്ന് വരില്ല. അത് നമുക്ക് എപ്പോഴും അതൊരു ജീവിത യാഥാർത്ഥ്യമാണ് കേട്ടോ. അപ്പോൾ സ്വപ്നത്തെക്കുറിച്ച് പറയുകയാണ്. സ്വപ്നത്തിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്. അത് എപ്പോഴും ഓർത്ത് വെച്ചു. വിശാലമായിട്ട് കാണുന്ന സ്വപ്നങ്ങളൊക്കെ കേവലം 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നല്ല സ്വപ്നങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുക, നല്ല സ്വപ്നങ്ങൾക്ക് ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുക.